കൂടെ നടത്തുന്ന ദൈവം, കൂടെ ആയിരുന്നുകൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവം പെസഹ നൽകുന്ന സന്ദേശം നിന്നിലും എന്നിലും കർത്താവ് കൂടെയുണ്ട്. അവന് നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. രണ്ടാമത് ഈ പെസഹ നൽകുന്ന രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ടതിനെ യാഗമായി കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എന്താണ് എൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ടത്? എന്താണ് ജീവിതത്തിൽ ഈ വിലയേറിയത്? ഞാൻ ഉണ്ടാക്കുന്ന ഈ പദവികളാകാം, ഞാൻ ഉണ്ടാക്കുന്ന സമ്പത്താകാം, ഞാൻ ഉണ്ടാക്കുന്ന ഭവനങ്ങളാകാം. എനിക്ക് കർത്താവിനേക്കാൾ ഉയരമായി എന്താണോ ഞാൻ ഉണ്ടാക്കിയത് അതാണ് വിലപ്പെട്ടത്. ആ വിലപ്പെട്ടതിനെ കർത്താവിന് കൊടുക്കുവാനുള്ള മനസ്സൊരുക്കം എനിക്കുണ്ടാകണം. അതാണ് ഈ പെസഹ നമുക്ക് നല്ല രണ്ടാമത്തെ സന്ദേശം. അബ്രഹാമിനെ കർത്താവ് അനുഗ്രഹിച്ചു. അബ്രഹാമിന് അവർ വാർദ്ധക്യത്തിൽ കുഞ്ഞിനെ കൊടുത്തു. ഈ കുഞ്ഞിനെ കൊടുത്തിട്ട് അബ്രഹാമിനോട് കൂടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, അബ്രഹാമേ നിന്റെ കുഞ്ഞിനെ എനിക്ക് താ. ജീവിതത്തിൽ വിലപ്പെട്ടത് അബ്രഹാമിന് കിട്ടി. ഈ വിലപ്പെട്ടത് കിട്ടിയപ്പോൾ അബ്രഹാം അതിൽ ആനന്ദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ആ കുഞ്ഞിനെങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച് ലാളിക്കുന്ന ആ സന്ദർഭത്തിലാണ് ചോദിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നീ വിലപ്പെട്ടതായി വെച്ചിരിക്കുന്ന നിന്റെ മകനെ എനിക്ക് താ. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം തൻ്റെ മകനെ സന്തോഷത്തോടുകൂടെ, പരാതികളില്ലാതെ, പിറുപിറുപ്പില്ലാതെ കർത്താവിലേക്ക് കൊടുത്തു. കർത്താവിൻ്റെ സന്നിധിയിൽ യാഗമായി കൊടുക്കുവാൻ അവനൊരു മനസ്സൊരുക്കമുണ്ടായിരുന്നതാണ്. അതുകൊണ്ടിട്ടാണ് അബ്രഹാം ബലിപീഠത്തിലേക്ക് പോയപ്പോൾ കർത്താവ് പറയുന്നത്, ബാലൻ്റെ മേൽ കൈവെക്കരുത്, അവൻ എനിക്കുള്ളവനാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ ജീവിതത്തെ വിലപ്പെട്ടതിനെ കൊടുത്തപ്പോൾ അബ്രഹാമിനെ കുടുംബത്തെ ദൈവം സമർത്ഥമായി അനുഗ്രഹിച്ചു. ഹാബേല് തൻ്റെ ജീവിതത്തെ വിലപ്പെട്ട, തൻ്റെ സമ്പാദ്യത്തെ വിലപ്പെട്ടത് കർത്താവിന് കൊടുത്ത ഹാബേലിനെ കർത്താവ് അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഈ പെസഹ നൽകുന്ന രണ്ടാമത്തെ സന്ദേശം, എൻ്റെ ജീവിതത്തെ വിലപ്പെട്ടതിനെ യാഗമായി അർപ്പിക്കാനുള്ള ഒരു മനസ്സൊരുക്കം എനിക്കും നിനക്കും ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മൂന്നാമതും അവസാനവുമായിട്ട് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, എന്നിലെ അകന്ത വെടിഞ്ഞ് പാതാന്തികത്തോളം ഇറങ്ങി വരുവാൻ നമുക്ക് കഴിയണം. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈ കർത്താവ് പെസഹ മേശയിൽ നിന്ന് എഴുന്നേറ്റ് താലത്ത് വെള്ളമെടുത്ത് അരയിൽ കച്ച കെട്ടി ഓരോ ശിഷ്യന്മാരുടെ പാദത്തിലേക്ക് ഇറങ്ങി വരികയാണ്. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യാനത്രേ വന്നത്. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല എന്ന് പറയുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ അത്രേ വന്നത്, ഞാൻ മറ്റുള്ളവരുടെ പാതാന്തികത്തോളം ഇറങ്ങി വരുവാൻ അത്ര വന്നത്. യേശുവിൻ്റെ മേശയിൽ ചുറ്റും ഇരുന്ന വ്യക്തികളെ നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മീൻപിടുത്തക്കാരുണ്ടായിരുന്നു, ചുങ്കക്കാരുണ്ടായിരുന്നു, തള്ളിപ്പറയുവാൻ ഒരുക്കമുള്ളവനുണ്ടായിരുന്നു, ഒറ്റ കൊടുക്കുന്നവനുണ്ടായിരുന്നു. ഇവരെല്ലാം യേശുവിൻ്റെ ഈ മേശയിൽ ചുറ്റും ഇരിക്കുക. ഈ യേശുവിൻ്റെ മേശയിൽ ചുറ്റും അവരിരുന്നപ്പോൾ യേശു ഇവരെ എല്ലാം മുന്നമേ കണ്ടിട്ട് ഓരോ വ്യക്തികളുടെ പാതാന്തികത്തോളം ഇറങ്ങി വരികയാണ്. യൂദയുടെ അടുക്കൽ പോയി നീ എന്നെ ഒറ്റക്കെടുക്കും, അതുകൊണ്ട് മാറി നിൽക്കുന്നല്ല പറഞ്ഞത്. പത്രോസിന്റെ അടുക്കൽ പോയിട്ട് നീ എന്നെ തള്ളിപ്പറയും, മാറി നിൽക്കുന്നല്ല പറഞ്ഞത്. നീ മുക്കുവനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നല്ല പറഞ്ഞത്. യാക്കോബിന്റെ യോഹന്നാന്റെ അടുക്കൽ പോയിട്ട് നീ അധികാരം ചോദിച്ചു, അതുകൊണ്ട് മാറി നിൽക്കുന്നല്ല പറഞ്ഞത്. മറ്റുള്ളവരുടെ അടുക്കലേക്ക് പോയിട്ട് നീ ചുങ്കക്കാരനാണ്, നീ സമ്പത്തുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ മാറ്റി നിർത്തുകയല്ല ചെയ്തത്. ഓരോ മനുഷ്യന്റെ പാതാന്തികത്തോളം ഇറങ്ങി വന്ന് അവന്റെ പാദങ്ങളെ കഴുകുവാൻ ക്രിസ്തുവിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ ഈ പെസഹ നമ്മെ പഠിപ്പിക്കുന്നത്, ഞാൻ എന്നിലെ അകന്ത വെടിഞ്ഞ് സഹമനുഷ്യരുടെ പാതാന്തികത്തോളം ഇറങ്ങി വന്ന് ശുശ്രൂഷ ചെയ്യുന്ന മനോഭാവത്തിൻ്റെ അനുഭവത്തെ ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്ന സന്ദേശം തന്നെയാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകിയത്? എന്തിനു വേണ്ടിയാണ് കഴുകിയത്? കർത്താവിൻ്റെ മേശയിൽ പങ്കുചേരണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ചില വിശുദ്ധീകരണങ്ങളുണ്ട്. ആ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് കാലുകൾ കഴുകിയത്. ഞാനും നിങ്ങളൊക്കെ കർത്താവിൻ്റെ മേശയിൽ വരുവാനായിട്ട് ഒരുങ്ങുന്നവരാ, ഈ ബലിപീഠത്തിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നവരാ. കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളകാം. മോശയോട് പറഞ്ഞതാണ്, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളകാം എന്ന് പറയുമ്പോൾ നിന്നിലെ പാമാവസ്ഥകൾ ഉപേക്ഷിക്കുക, എന്നിലെ അകന്തകൾ ഉപേക്ഷിക്കുക, നിന്നിലെ അകന്തകൾ ഉപേക്ഷിക്കുക. നീ നിൽക്കുന്നിടം വിശുദ്ധ സ്ഥലമായതിനാൽ പാദരക്ഷകളെ ഉപേക്ഷിച്ച് നീ എൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. അകന്തകൾ വെടിഞ്ഞ് കർത്താവിൻ്റെ പാതാന്തികത്തോളം, സഹമനുഷ്യരുടെ പാതാന്തികത്തോളം ഇറങ്ങി കർത്താവിനെ സേവിക്കുന്ന, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പെസഹ ആചരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. കർത്താവ് സ്നേഹിക്കുന്നത് പാപികളെയും ചുങ്കക്കാരെയൊക്കെ മാത്രമാണ്. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ അവസ്ഥകളിലായിരുന്ന എല്ലാവരെയാണ് കർത്താവ് സ്നേഹിച്ചത്.
സമൂഹത്തിൽ ഉന്നതിയിലായിരുന്നവരല്ല കർത്താവ് സ്നേഹിച്ചത്. അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി വ്യത്യസ്തമാകുന്ന ചിന്തകളിലേക്ക് ഇറങ്ങി വന്ന് അവിടെ പാതാന്ത്യത്തോളം ഇറങ്ങിയ കർത്താവ് എന്നെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് തിരുവത്താഴം അല്ലെങ്കിൽ പെസഹ നൽകുന്ന മറ്റൊരു ഈ സന്ദേശമെന്ന് പറയുന്നത്, എന്നിലെ അഹന്തകളെ പൂർണ്ണമായി പാടി ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പാതാന്തികത്തോളം സഹമനുഷ്യൻ്റെ പാതാന്തികത്തോളം ഇറങ്ങി വരുവാനുള്ള മനസ്സൊരുക്കം ഉണ്ടാക്കിയെടുക്കുക തന്നെയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് നിങ്ങൾ അന്യോന്യം ചെയ്യും. കർത്താവ് എന്താ ചെയ്തത്? അവൻ പാദങ്ങൾ കഴുകി. അവൻ പാതാന്തികത്തോളം ഇറങ്ങി വന്നു. അവൻ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി തീർന്നതുപോലെ തന്നെത്താൻ താഴെ ക്രൂശിലെ മരണത്തോളം കർത്താവ് മനുഷ്യനായി തീർന്നതുപോലെ, കർത്താവ് ഈ രക്ഷകനായി തീർന്നതുപോലെ നമുക്കും ക്രൂശിലെ മരണത്തോളം കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനോടൊപ്പം ചേർന്ന് അവൻ്റെ പാദപിടുത്ത ശരണം പ്രാപിച്ച് അവനെനിക്ക് നൽകിയിരിക്കുന്ന ഈ ഓർമ്മ പുതുക്കലിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാപമോചനത്തിൻ്റെ രക്ഷയുടെ സാക്രമെന്റ് സ്വീകരിക്കുവാൻ തന്നെത്താൻ ശോധന ചെയ്ത് നമ്മുടെ പാപങ്ങളേറ്റു പറഞ്ഞ് യോഗ്യതയോടുകൂടെ അവൻ്റെ മേശയിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് നമ്മോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്ക് ചോദിക്കാം, ഞാനിത് നൽകുവാനായിട്ട് യോഗ്യനാണോ? ഞാനിത് സ്വീകരിക്കുവാനായിട്ട് യോഗ്യനാണോ? നാം യോഗ്യനല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റുചൊല്ലാം, കർത്താവേ എന്നെ അവിടുത്തെ രക്തം കൊണ്ട് കഴുകി യോഗ്യനാക്കി തീർക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിയും സമാധാനം നമ്മുടെ ഹൃദയങ്ങൾ നിലവിളെ ക്രിസ്തേശങ്ങൾ കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. നിർമ്മശനവാക്കിയിൽ പാടി പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ മോചകനായ ക്രിസ്തുവേ, പാപബന്ധനങ്ങളിലായിരുന്ന അടിമത്തത്തിലായിരുന്ന ഞങ്ങൾക്ക് വിമോചനം നൽകുവാൻ അവിടുന്ന് മനുഷ്യനായി ലോകത്തിൽ വന്നു. മനുഷ്യനായി ജീവിച്ചു, മനുഷ്യനായി പ്രവർത്തിച്ചു, മനുഷ്യരുടെ ഇടയിൽ ദൈവ സ്നേഹത്തിൻ്റെ അനുഭവത്തെ വെളിപ്പെടുത്തി. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവിടുന്ന് അനുസരണമുള്ളവനായി തീർന്നുവല്ലോ. അവിടുത്തെ അന്ത്യശുശ്രൂഷയിൽ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്നുള്ള ഉടമ്പടി കൽപ്പന തൻ്റെ മുൻപിലായിരുന്ന ശിഷ്യന്മാർക്ക് നൽകിയതിന് പ്രകാരം ആ ഉടമ്പടി പുനഃസ്ഥാപിക്കുന്ന അനുഭവത്തിൽ ഈ ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുവാൻ, ഈ ബലിപീഠത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളിൽ അവിടുന്ന് കൃപയുണ്ടായതിനാൽ ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ എങ്ങനെയാണ് ഈ സാക്രമെന്റ് അനുഭവിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ വചനത്തിൽ കൂടെ നമ്മെ പഠിപ്പിച്ചു. തന്നെത്താൻ ശോധന ചെയ്തു. പൂർണ്ണമായുള്ള പാപങ്ങൾ ഏറ്റുപറച്ചിൻ്റെ അനുഭവത്തോടും യോഗ്യതകളോടുകൂടെ അയോഗ്യമാവുന്ന അനുഭവങ്ങൾ മാറ്റി യോഗ്യതകളോടുകൂടെ നിൻ്റെ മുൻപിലേക്ക് കടന്നു വരികണമെന്നുള്ള തിരുവചന സന്ദേശം ഈ രാത്രി ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതി. കർത്താവേ, നീ ഞങ്ങളെ അറിയുന്നു, ഞങ്ങളെ ഉള്ളങ്ങളെ അറിയുന്നു. ഞങ്ങളുടെ ഉള്ളത്തെ അറിയുന്ന കർത്താവേ, ഞങ്ങളുടെ ഉള്ളങ്ങളെ അവിടുന്ന് ശോധന ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമായ, ഞങ്ങൾക്കുള്ളത്തിന് അനുയോജിതമാകുന്ന ദൈവിക പ്രതിഫലം ഈ പെസഹ രാത്രിയിൽ ഞങ്ങൾക്ക് തരണമേ. കർത്താവ് സ്ഥാപിച്ച ആ ഭാഗ്യകരമായ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പങ്കുചേരുവാനായിട്ടൊരുങ്ങുന്നു. കർത്താവിൻ്റെ സന്നിധി വന്ന് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതാപ ഹൃദയത്തോടുകൂടെ, വിശുദ്ധ ഹൃദയത്തോടുകൂടെ നിന്നിൽ ശരണം പ്രാപിച്ച്
നിൻ്റെ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളുവാൻ കൃപയേകണമെന്ന് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഇന്ന് അവിടുത്തെ മേശയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഓരോ ജനതയും അവിടെ നിന്ന് ചേർത്ത് പിടിക്കണമേ. അവിടെ പാപത്തെ അവിടെ നിന്ന് ക്ഷമിക്കണമേ. വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വന്നുപോയ പാപത്തിൻ്റെ തീവ്രമായ അനുഭവങ്ങളെ കർത്താവ് തന്നെ എടുത്തു മാറ്റണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പാപങ്ങളെ കണക്കിടാതെ സ്നേഹിക്കുന്നവൻ ഈ ജനതയെ ഈ അൾത്താരിയിൽ കൂടെ, ഈ ബലിപീഠത്തിൽ കൂടെ, ഈ ബലിയാഗത്തിൽ കൂടെ അങ്ങ് സ്നേഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുവാനായിട്ടൊരുങ്ങുന്നു. അനുതാപത്തിൻ്റെ ഹൃദയത്തോടുകൂടെ നിൻ്റെ സന്നിധിയിലേക്ക് വരുവാനായിട്ടൊരുങ്ങുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണം. ഞങ്ങൾ നെറ്റിച്ചൊല്ലുന്ന പാപത്തിന് പാപമോചനം ദൈവനാമത്തിൽ ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ, അനുഗ്രഹിക്കണം. ശേഷമുള്ള നിമിഷങ്ങളൊക്കെ അങ്ങ് കൂടെ ഇരിക്കണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്ക് ഈ സമയം നമ്മുടെ മുട്ടുകൾ ദൈവസന്നിധിയിൽ മടക്കി നമ്മുടെ പാപങ്ങളെ അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധി നമുക്ക് ഏറ്റുചൊല്ലാം. തിരുവത്താഴ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഭാഗത്തെ പാപം ഏറ്റുപറച്ചിൽ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ മുട്ടുകൾ മടക്കാം, ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. നമ്മുടെ ജീവിതത്തിൽ ഈ പെസഹയുടെ രാത്രിയിൽ കർത്താവിൻ്റെ തിരുമേശയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ മേശയിലേക്ക് നാം വരുന്നത് യോഗ്യതയോടുകൂടെ ആകട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇന്ന് ഒരിക്കൽ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി. ഞാൻ യോഗ്യനാണോ ഈ സാക്രമെൻ്റ് അനുഭവിക്കുവാൻ? യഥാർത്ഥത്തിൽ ഞാൻ യോഗ്യനാണോ എന്ന് സ്വയം ഒന്ന് ആത്മപരിശോധന ചെയ്യാം. ഞാൻ യോഗ്യനല്ല എങ്കിൽ അയോഗ്യതയുടെ കാരണം എന്താണെന്ന് നമുക്ക് നമ്മോട് ചോദിക്കാം. ആ കാരണം കണ്ടെത്തിയിട്ട് കർത്താവിൻ്റെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അയോഗ്യനാണ്. ഞാൻ പാപം ചെയ്തു പോയിട്ടുണ്ട്. ഞാൻ പാപത്തിൽ ജീവിച്ചിട്ടുണ്ട്. പാപത്തിൻ്റെ ചിന്തകളും പ്രവൃത്തികളും നടപ്പും ജീവിത രീതികളും ഒക്കെ എന്നിൽ ഉണ്ടായിട്ടുണ്ട്. കർത്താവേ, നീ എന്നോട് കരുണ തോന്നണമേ. നീ എൻ്റെ പാപത്തെ കണക്കിടാതെ എന്നെ സ്നേഹിക്കണമേ. മാനസാന്തരത്തിന് യോഗ്യമായി ജീവിക്കുവാനുള്ള അനുതാപ ഹൃദയം ഇന്ന് രാത്രി എനിക്ക് തരണമേ. നീ അറിയുന്നു, എൻ്റെ പ്രവൃത്തികൾ നീ അറിയുന്നു, എൻ്റെതായ രീതികൾ നീ അറിയുന്നു. കർത്താവേ, നിൻ്റെ കൺമുമ്പിൽ ഞാൻ പാപിയാണ്. നിൻ്റെ കൺമുമ്പിൽ ഞാൻ പാപത്തിൽ ജീവിക്കുന്നവനാണ്. നാഥ, നീ എന്നോട് കരുണ കാണിച്ച് നീ എൻ്റെ പാപത്തെ മുഴുവനായി ക്ഷമിക്കണമേ എന്ന് ഈ സമയം ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാം. കർത്താവിൻ്റെ മേശയിലായിരുന്നവർ നീതിമാന്മാർ അല്ല. അവരാരും നീതിമാന്മാരായിരുന്നില്ല. ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ അവർ പാപികളായിരുന്നു. എങ്കിലും കർത്താവ് അവരെ ചേർത്ത് പിടിച്ചു. കർത്താവ് അവരുടെ പാപത്തെ ക്ഷമിച്ചു. കർത്താവ് തൻ്റെ മുൻപിലുണ്ടായിരുന്ന അപ്പവും വീഞ്ഞും ശരീരമായി രക്തമായി തൻ്റെ ശിഷ്യന്മാർക്ക് വാഴ്ത്തി കൊടുത്തു. അവരോട് കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്ത് നിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ഈ പാനപാത്രം കുടിപ്പിന്നെ എന്ന്. ശിഷ്യന്മാരൊക്കെയും വാങ്ങി ഭക്ഷിച്ചു, വാങ്ങി കുടിച്ചു. കർത്താവ് വാഗ്ദത്തം ചെയ്ത പാപമോചനം അവർക്ക് കർത്താവിനാൽ ലഭ്യമായി. പ്രിയ ദൈവമക്കളെ, ഈ രാത്രിയിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ ശരണം പ്രാപിക്കാം. ഈ ദേവാലയത്തിലായിരിക്കുന്ന ആരും യോഗ്യരല്ല, ആരും പൂർണ്ണരല്ല. നാം എല്ലാവരും പാപികളാണ്. ഈ കവാടത്തിനുള്ളിലേക്ക് വരുന്നത് വരെ എൻ്റെ ഹൃദയത്തിൽ പാപമുണ്ടായിരുന്നു. എൻ്റെ ചിന്തകളിൽ പാപമുണ്ടായിരുന്നു. എൻ്റെ നടപ്പിൽ പാപമുണ്ടായിരുന്നു. എൻ്റെ രീതികളിൽ പാപമുണ്ടായിരുന്നു. എൻ്റെ യാത്രകളിൽ പാപമുണ്ടായിരുന്നു. കർത്താവേ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് മനുഷ്യനിർമ്മിതമായ ആലയത്തിലല്ല, സ്വർഗീയ കൂടാരത്തിൻ്റെ അകത്തളങ്ങളിലാണ്.
കർത്താവ്, ഞാനിപ്പോൾ ആയിരിക്കുന്നത് നിൻ്റെ കാൽവരി ക്രൂശിൻ്റെ ചുവട്ടിലാണ്. കർത്താവ്, ഞാനിപ്പോൾ ആയിരിക്കുന്നത് നീ ബലി കർപ്പിച്ച ആ ബലിപീഠത്തിൻ്റെ സമീപത്താണ്. യേശുവേ, നീ വാഗ്ദത്തം ചെയ്ത ആ പാപമോചനം എനിക്ക് കൃപയാൽ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. കർത്താവ് നമ്മോടിങ്ങനെ പറയുന്നുണ്ട്, യാചിപ്പൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പ്രിയരെ, പാപമോചനം യാചിക്കുവേണ്ട നിമിഷങ്ങൾ, പാപമോചനം സ്വന്തമാക്കേണ്ട നിമിഷങ്ങൾ. ഈ രാത്രി കഴിഞ്ഞു പോയാൽ അടുത്തെന്താണെന്ന് എനിക്കറിയില്ല. അടുത്ത ദിവസത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. കർത്താവേ, ഈ രാത്രി ഞാൻ നിൻ്റെ തിരുമുമ്പിലായിരിക്കുന്നു. അടുത്ത നിമിഷം എന്ത് സംഭവിച്ചിരുന്നാലും നീ എൻ്റെ പാപത്തെ ക്ഷമിച്ച് പാപമില്ലാത്ത അവസ്ഥയിൽ യാത്ര ചെയ്യുവാനുള്ള ദൈവകൃപ പൂർണ്ണമായി എനിക്ക് തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കാം. പെസഹ നമുക്ക് 3 സന്ദേശങ്ങൾ നൽകേണ്ടായി. നീ ഏത് അവസ്ഥയിൽ കൂടെയാണോ കടന്നു പോകുന്നത്, ദൈവം നിന്നോടുകൂടെ ഇരിക്കും. നീ കൂരിരുളിൻ്റെ അനുഭവത്തിൽ കൂടെയാണോ, നിൻ്റെ മനസ്സിൽ നിന്ന് താഴ്വാരങ്ങളുടെ കൂരിലിൻ്റെ അനുഭവമുണ്ടോ, നിൻ്റെ മനസ്സിൽ വേദനയുണ്ടോ, നിൻ്റെ മനസ്സിൽ നിരാശയുണ്ടോ, നീ പാപം ചെയ്ത് നീ തകർന്നു പോകുന്ന അനുഭവത്തിലാണോ എന്ന് നീ ദൈവസ്ഥലായിരിക്കുന്നത്, കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട മകനെ, ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ എൻ്റെ വലം കയ്യിൽ സൂക്ഷിക്കാം. കർത്താവിൻ്റെ വാക്ക്, മാറിപ്പോകാത്ത വാക്ക്, പെസഹ നൽകിയ സന്ദേശം കർത്താവ് കൂടെയുണ്ട്. ഈ രാത്രി പ്രിയമുള്ളവരെ, നിന്റെ പാപം എത്ര തന്നെ കടിച്ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ കർത്താവ് നിന്റെ സമീപത്തുണ്ട്. നീ വിശ്വാസത്തോടുകൂടെ കൺകൾ തുറക്കുന്നുണ്ടെങ്കിൽ നിന്റെ സമീപത്തെ കർത്താവിനെ ഇന്ന് രാത്രി നിനക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സാക്രമെൻറ്റിൽ കൂടി, ഈ ബലിപീഠത്തിൽ കൂടി നിനക്ക് കാണുവാൻ, അനുഭവിക്കുവാൻ സാധിക്കാം. കർത്താവ് വീണ്ടും നമ്മോട് ഇങ്ങനെ പഠിപ്പിച്ചു, നിന്നിലെ വിലപ്പെട്ടതിനെ യാഗമായി കൊടുക്കാനുള്ള മനസ്സൊരുക്കം നിനക്കുണ്ടാകണം. ഈ ബലിപീഠത്തിലേക്ക് വരുമ്പോൾ ബലി കഴിപ്പിക്കുവാൻ വിലപ്പെട്ട നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ സമർപ്പിക്കുന്ന ഒരുക്കം നിനക്കുണ്ടാകട്ടെ, എനിക്കുണ്ടാകട്ടെ. വീണ്ടും കർത്താവ് പഠിപ്പിച്ചു, നിൻ്റെ കാലിലെ ചെരിപ്പഴിച്ചു കളക, എന്നിലെ അകന്തകൾ നീ എടുത്തു മാറ്റുക. കർത്താവിൻ്റെ പാദാന്തികത്തോളം ഇറങ്ങി വന്ന്, സഹമനുഷ്യൻ്റെ പാദാന്തികത്തോളം ഇറങ്ങി വന്ന് കർത്താവിനെ ചുമക്കുന്ന, കർത്താവിനെ വഹിക്കുന്ന ഒരു കഴുതക്കൊട്ടിയായി ജീവിക്കുവാനുള്ള മനസ്സൊരുക്കം ഈ ബലിപീഠത്തിൽ കൂടെ രൂപപ്പെടുത്തിയെടുക്കുവാനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ക്ഷണിക്കുന്നുണ്ട്, വരുവേൻ മകനെ, നീ എൻ്റെ അടുക്കലേക്ക് വരുവേൻ, മകളെ നീ എൻ്റെ അടുക്കലേക്ക് വരുവേൻ, നീ ഇത് വാങ്ങി ഭക്ഷിപ്പൻ, നീ ഇത് വാങ്ങി കൊടുപ്പൻ, ഇത് നിൻ്റെ പാപത്തിൻ്റെ മോചനമാകുന്നു, നിൻ്റെ പാപത്തിൻ്റെ മോചനമാകുന്നു. നീ വരേണ്ടത് മനസ്സൊരുക്കത്തോടുകൂടി ആകട്ടെ, നീ വരേണ്ടത് പാപമില്ലാത്ത ചിന്തകളോടുകൂടി ആകട്ടെ, നീ വരേണ്ടത് കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നു, കർത്താവിൻ്റെ രക്തം പാനം ചെയ്യുന്നു എന്ന ഏക ചിന്തയോടുകൂടി ആകട്ടെ. ഈ ബലിപീഠത്തിൽ നിന്ന് വാഴ്ത്തി സ്തുതിച്ചു നൽകുന്ന ബലിവസ്തുക്കൾ അത് കർത്താവിൻ്റെ ശരീരമായി, കർത്താവിൻ്റെ രക്തമായി ഭക്ഷിക്കുവാൻ, പാനം ചെയ്യുവാൻ കർത്താവെ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പാപങ്ങളെയും ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അരിഷ്ടഭാവിയായി ഞാൻ നിന്റെ മുമ്പിൽ താഴ്ത്തി നിന്റെ കൃപയും ക്ഷമയും യാചിക്കുവാനായി അടുത്തു വരുന്നു. ഞാൻ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഗുരുതരമായ പാപം ചെയ്തിരിക്കുന്നു എന്ന് ദുഃഖത്തോടെ ഏറ്റുപറയുന്നു. ആദിയുള്ള കർത്താവേ, എന്നെ ന്യായമായി തള്ളിക്കളയേണ്ട നരകത്തിലിടരുതേ. ദൈവമേ, എന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ കഷ്ടമരണ നിമിത്തം ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം ക്ഷമിച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ വീണ്ടും പാപത്തിനായി പരീക്ഷിക്കപ്പെട്ടാൽ എന്നെ അതിനെ വിടാതെ അതിനെ വെറുക്കുന്നതിനും
നിന്റെ പ്രിയ പൈതലായി നടക്കുന്നതിനും പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ബുദ്ധിയും ശക്തിയും തരണമേ. ഒടുവിൽ ഞാൻ മരിക്കുമ്പോൾ നിന്റെ സ്വർഗരാജ്യത്തിൽ വന്നു ചേരുവാൻ എന്നെ ഒരുക്കണമേ. ആമേൻ. ഞാനിപ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ പാപം സംബന്ധിച്ച് നിങ്ങൾ മനഃപൂർവ്വമായി അനുതപിക്കുന്നു എന്ന്, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് നിങ്ങളുടെ പാപമുള്ള നടപ്പിനെ ഇത് മുതൽ നന്നാക്കും എന്നും ഉള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സത്യമായ ഏറ്റുപറച്ച് തന്നെയെങ്കിൽ അതേ നേറ്റു പറയണം. വിളിക്കുകയും നിയമിക്കുകയും ചെയ്യപ്പെട്ട ശുശ്രൂഷകനായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ ഏറ്റുപറച്ചമേ ദൈവത്തിൻ്റെ കൃപയെ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. അതായത് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരണമായും യേശുക്രിസ്തുവിന് പകരമായും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. നമുക്കിരിക്കാം. ഈ സമയം ദൈവസന്നിധി സ്തോത്ര കാഴ്ചകൾ സമർപ്പിക്കാം. ഗാനമാലപിക്കുന്ന സമയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്തോത്ര കാഴ്ചയുമായി കടന്നു വരാം.
തൻ പുരാണം ചേർക്ക നാളേറെ പാടുവാൻ മൃത്യുവാൽ മൃത്യുവേ വെന്നിയ ശീലുകൾ രാജാധിരാജൻ വാഴ്ക 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 രാജാധിരാജൻ വാഴ്ക. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ്, പാപികളായിരുന്നിട്ട് പോലും കാൽവരെ ഞങ്ങൾക്കായി പാപം ചുമന്ന് പാപത്തെ വഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി പാപിയായി തീർന്ന ക്രിസ്തുവേ, അവിടുന്ന് ചിന്തപ്പെട്ട ശരീരത്തിനാലും രക്തത്തിനാലുമുള്ള പാപമോചനം ആഗ്രഹിച്ച് അവിടുത്തെ സന്നിധി ഞങ്ങൾ സമർപ്പിതരാകുന്നു. അവിടുന്ന് സ്ഥാപിച്ച അനുഗ്രഹമേറിയ സ്ഥാപനത്തിൻ്റെ അനുഭവങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ഈ ഒരു ദിവസം ഞങ്ങൾക്ക് നൽകി. ഈ ഭാഗ്യകരമായ തലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ ജീവിത അവസ്ഥകളും അവിടെ നിന്ന് അറിയുന്നു, ഞങ്ങളുടെ പാപങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കണം. ക്രൂസിലെ രക്ഷ ഞങ്ങൾക്ക് നൽകണം. അർപ്പിച്ച വഴിപാട് സ്വീകരിക്കണം. സമർപ്പിച്ച കരങ്ങളെയും ജീവിതങ്ങളെയും അനുഗ്രഹിക്കണം. തിരുമേശയിൽ ഞങ്ങൾ കടന്നു വരട്ടെ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറഞ്ഞു. അനുതാപ ഹൃദയത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങൾ അങ്ങയോടുകൂടെ പ്രാർത്ഥിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീ ഞങ്ങളുടെ പാപത്തെയൊക്കെ ക്ഷമിച്ചു. ഈ ആൾത്താരയിൽ കൂടെ പാപമോചനം ഞങ്ങൾക്ക് ലഭ്യമായി എന്ന വിശ്വാസത്തോടുകൂടെ അൾത്താര സമീപത്തേക്ക് കടന്നു വരട്ടെ. നുറുക്കപ്പെട്ടതായ ഈ വിശുദ്ധ സംസർഗത്തിൽ ഭാഗമാകുവാൻ ആത്മീക കൃപ തരണമെന്ന് യാചിക്കുന്നു. ശേഷം അനുഗ്രഹമേറിയ നിമിഷങ്ങൾ കൊണ്ട് നിറയ്ക്കണം. മനസ്സിനെ ശാന്തമാക്കണം. ചിന്തകളെ പക്വപ്പെടുത്തണം. ജീവിത രീതികളിലൊക്കെ കൂടെയിരിക്കണം. വന്നുപോയ പാപങ്ങൾക്ക് മോചനം നൽകണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. തിരുവത്താഴ ശുശ്രൂഷ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നാം സ്തോത്രം ചെയ്യുക. പരിശുദ്ധ പിതാവേ, സർവശക്തനായ നിത്യ ദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉതകുന്നതുമാകുന്നു. ആകയാൽ ദൈവദൂതന്മാരോടും പ്രധാന ദൈവദൂതന്മാരോടും സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടെ ഞങ്ങൾ നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തി വാഴ്ത്തി എപ്പോഴും നിന്നെ സ്തുതിച്ചു പാടുന്നത്. പരിശുദ്ധൻ
പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹോശന്ന, ഹോശന്ന, മഹോന്നതത്തിൽ ഹോശന്ന. വാഴ്ത്തപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ, കർത്താവിൻ നാമത്തിൽ വരുന്നവൻ. വാഴ്ത്തപ്പെട്ടവൻ. ഹോശന്ന, ഹോശന്ന, മഹോന്നതത്തിൽ ഹോശന്ന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്കിന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി മുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞത്, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. എൻ്റെ ഓർമ്മയ്ക്കായി ഇതു ചെയ്യുവിൻ. അവണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഇതൊന്ന് കുടിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയോ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിൻ്റെ സമാധാനം എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ പാപം ഏറ്റ ദൈവ കുഞ്ഞാടേ, കൃപ
പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ തിരുമേശയിലേക്ക് കടന്നു വരാം.
പിതാവേ എന്നുടെ താതന്നെ ദൂതന്മാരാ പകൽ വാട്ടിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുതി ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുതി ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ യേശുനാഥായിൻ കർത്തനാം രക്ഷകനീ ദൂതന്മാരാ പകൽ വാട്ടിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുതി ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ നമുക്ക് എഴുന്നേൽക്കാം. അയപ്പ് എന്ന ഭാഗം നമുക്ക് പാടാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നവൻ നല്ലവനല്ലോ. സർവശക്തിയുള്ള ദൈവം ഈ വിലയേറെ ദാനം കൊണ്ട് അവിടെ
അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയോടുള്ള വിശ്വാസത്തിലും ഞങ്ങളിൽ ഒരു അന്യോന്യമായ സ്നേഹത്തിലും അവിടുന്ന് കൃപയായി ഇതിനായി ഞങ്ങളെ ബലപ്പെടുത്തേണമെന്നു അങ്ങയോടും പരിശുദ്ധാത്മാവിനോടുകൂടെ എന്നേക്കും വാഴുന്ന അവിടുത്തെ പ്രിയപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പേ. നിന്നെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ചു നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ. നമുക്കിരിക്കാം. വിശുദ്ധ
പെസഹ തിരുവത്താഴ് ശുശ്രൂഷ പങ്കുചേർന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളട്ടെ. തുടർന്ന് പെസഹ അപ്പം മുറിക്കലുണ്ടായിരിക്കും. പെസഹ അപ്പം കൊണ്ടുവന്ന എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും സഭയുടെയും ദൈവത്തിൻ്റെയും എല്ലാ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. നാളെ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 12 മണി വരെ കുരിശിൻ്റെ വഴിയുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. മൈലേക്കുണം ഭാഗത്തു നിന്ന് ആരംഭിച്ച് 12 മണിയോടുകൂടെ ദേവാലയങ്കണത്തിൽ അത് അവസാനിക്കും. എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും കൃത്യം 9 മണിക്കും മൈലേക്കുണം ഭാഗത്ത് എത്തിച്ചേരുക. അവിടെ നിന്ന് പ്രാർത്ഥിച്ചും ഈ കുരിശിൻ്റെ വഴി യാത്ര തിരിക്കും. അതോടൊപ്പം എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളും എല്ലാവരും പങ്കുചേരണം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ദേവാലയത്തിൽ കഞ്ഞി ഉണ്ടായിരിക്കും. അതിനുശേഷം 2 മണി മുതൽ കുരിശിൻ്റെ മൊഴി ആസ്പദമാക്കിയുള്ള സന്ദേശവും ദുഃഖവെള്ളിയാഴ്ചയുള്ള ആരാധനയും ദേവാലയം നടത്തപ്പെടുന്നതാണ്. എല്ലാ സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരും മറ്റുള്ള വിശ്വാസികളൊക്കെ പ്രാർത്ഥനയോടുകൂടി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് വിശുദ്ധ ശനിയാഴ്ചയാണ്. നിശബ്ദതയുടെയും മൗനതയുടെയും ശനിയാഴ്ച. മൗനമായിരുന്ന് ധ്യാനിക്കുവാൻ കിട്ടുന്ന ലഭ്യമാവുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാനായിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈസ്റ്റർ ദിനം രാവിലെ 5 മണിക്ക് ദേവാലയത്തിൽ നിന്നും പ്രാർത്ഥിച്ച് ഘോഷയാത്ര, ഈസ്റ്റർ വിളംബര ഘോഷയാത്ര ഉണ്ടായിരിക്കും. അത് മൈലക്കുണം മുളവാഴി ഭാഗം സന്ദർശിച്ച് തുടർന്ന് ദേവാലയത്തിൽ അവസാനിക്കും. തുടർന്ന് ഈസ്റ്റർ ദിന ആരാധന ദേവാലയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ഈ അനുഗ്രഹീതമായ ശുശ്രൂഷ പങ്കുചേരണമെന്നും ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പെസഹ അപ്പം മുറിക്കുന്നത് ആണ്. ഇത് കരുതിയ കുടുംബങ്ങളെയും കരങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഇത് ഭക്ഷിച്ച് പരസ്പരം പങ്കിട്ട് ഭക്ഷിച്ച് ഞങ്ങൾ മടങ്ങി പോകുമ്പോൾ പെസഹയുടെ ആത്മീയതകൾ അനുഭവിച്ചറിയാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടുകൂടെ അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ്. ക്രൈസ്തവന പ്രാർത്ഥനകൾക്ക് സ്വീകരിക്കുന്നതാണ്. ധരിക്കുന്നിടത്ത്